പൊളിമിക്സ് ആരംഭിക്കുകയാണ്. ഏവർക്കും സ്വാഗതം. അറിയാമല്ലോ, 2016 അവസാനത്തെ കളിതമാശയാണ് ഇതാ ആരംഭിക്കുകയായി. കോൺഗ്രസിലെ വെടിനിർത്തൽ കാത്തുനിന്നാൽ ഒരു പരിപാടിയും തുടങ്ങാനാവില്ല. വെടിയും പുകയും ഇല്ലാതെ എന്ത് കോൺഗ്രസ്? ഏതായാലും തൽക്കാലം നമുക്ക് NDAയുടെ അരങ്ങിൽ പോയി നോക്കാം. അവിടെ ഉഗ്രൻ കലാപരിപാടികളാണ്. ഇരുപത്തിനാല് മണിക്കൂർ ഉപവസിച്ച കുമ്മൻജിക്ക് വെള്ളം കൊടുത്തതാണ്. ഓർമ്മയില്ലേ? കേരളത്തിലെ റേഷൻ കടകളിൽ അരിയില്ലാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു ഉപവാസം. അതിന് ഗുണമുണ്ടായി കേട്ടോ, അരിയെത്തി. അരിയും കലവും ഓരോ അമ്മമാർക്കും സഹോദരിമാർക്കുമായിട്ട് അദ്ദേഹം നേരിട്ട് വിതരണം ചെയ്യുന്നു. ആ ഒഴിഞ്ഞ കലങ്ങൾ അങ്ങനെ ഒഴിഞ്ഞു തന്നെ കിടക്കാൻ നമുക്ക് അനുവദിച്ചുകൂടാ. അതുകൊണ്ടാണ് ആ ഒഴിഞ്ഞ കലങ്ങളിലേക്ക് അരി ഇട്ട് കൊടുത്തുകൊണ്ട് തന്നെ വരും കാലങ്ങളിൽ ഈ നാട്ടിലെ പാവങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളും അവരുടെ ആവശ്യങ്ങളും നിറവേറ്റാൻ NDA ബാധ്യസ്ഥമാണ്. അതിനു വേണ്ടിയിട്ടുള്ള നിരന്തരമായ പോരാട്ടങ്ങളിൽ, സമരമുഖങ്ങളിൽ ജ്വലിക്കുന്ന തീപ്പന്തങ്ങളായി NDAയുടെ പ്രവർത്തകർ ഉണ്ടാകും എന്നുള്ള പ്രഖ്യാപനമാണ് വാസ്തവത്തിൽ ഈ ഒരു അരി വിതരണത്തിലൂടെ നടത്തിയിരിക്കുന്നത്. ഒരു പിടി അരി കൊണ്ട് തീരുന്നതല്ല ഈ നാട്ടിലെ പ്രശ്നം. NDA ഭരണം കൊണ്ടുണ്ടായ പ്രശ്നം. യഥാർത്ഥത്തിൽ ഈ നാട്ടിൻ്റെ പ്രശ്നം നിങ്ങളുടെ ഭരണമാണ്. വിഷയവുമായി അടുക്കാതെ അകന്നു നിൽക്കുന്ന ആളുകൾക്ക് പോലും അവരെ സ്പർശിക്കുന്ന, ഗൗരവമായി ജീവിതത്തെയും ചിന്തകളെയും ഒക്കെ സ്പർശിക്കുന്ന കാര്യമായി പലതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ സാധാരണക്കാരായ ആളുകളുടെ ജീവിതം ആകെ താറുമാറായി. ഡൽഹിയിൽ നിന്ന് ആളുകൾ പറയുന്നു, ഇനി നിങ്ങൾക്കൊക്കെ പ്ലാസ്റ്റിക് മതി, പണം വേണം, പ്ലാസ്റ്റിക്. ശരിയാണ്, ചില രാജ്യങ്ങളിൽ പ്ലാസ്റ്റിക് മണിയാണ് അമേരിക്കയിൽ മറ്റും. നമ്മളിനി അതൊക്കെ പഠിച്ചു വരും. നമ്മുടെ സാധാരണക്കാരെ പ്ലാസ്റ്റിക് മണിയെ എന്താണ് അതൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു വരും. ഓൺലൈൻ വേണ്ടത് തന്നെയാണ്. പക്ഷേ ഇതൊക്കെ അടുത്ത് അതിലെത്താൻ വേണ്ടിയിട്ട് എത്ര സമയമെടുക്കും? വളരെ സാധാരണക്കാരായ ആളുകളുടെ ജീവിതം ദുസ്സഹമായി തീരുന്ന ഒരവസ്ഥയുണ്ട്. അത് പറയാതിരിക്കാൻ വയ്യ. കള്ളപ്പണം പിടിക്കുകയാണെന്ന് പറയുന്നു. അതിനുവേണ്ടി പെട്ടെന്ന് ഒരു ദിവസം ഒരു നിമിഷം, നാളെ ഇന്നലെ ദിവസം നിങ്ങൾക്ക് 1000 നോട്ടില്ല, 500 നോട്ടില്ല എന്നൊക്കെ പറയുന്നു.
വാടക തിരക്ക് പിടിച്ചാൽ എവിടെയൊക്കെ എത്തി. പക്ഷെ അത് കഴിഞ്ഞിട്ടും പിന്നെ പൈസ എത്തുന്നില്ല. പിന്നീട് ദിവസം നമ്മൾ വായിക്കുന്ന ഏറ്റവും പുതുതായിട്ട് കിട്ടാൻ പ്രയാസം എന്ന് വിചാരിക്കുന്ന ഈ അടിച്ചു തീരുന്നില്ല, കിട്ടില്ല എന്ന് പറയുന്ന ഈ പുതിയ നോട്ടുകൾ അടക്കമുള്ള ഒരുപാട് സംഖ്യകൾ, പുതിയ നോട്ടുകളടക്കമുള്ള സംഖ്യകൾ പിടിക്കുന്നു. ഇതൊന്നും പരസ്പരം പൊരുത്തപ്പെടുന്നില്ല. എല്ലാം 30 ദിവസം കഴിയുമ്പോൾ ശരിയാവും, 50 ദിവസം കഴിയുമ്പോൾ ശരിയാവും, 70 ദിവസം കഴിയുമ്പോൾ ശരിയാവുമെന്ന് ഇത് ഔദ്യോഗിക സ്ഥാനം വഹിക്കുന്ന ആളുകൾ തന്നെ മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കും. ഇതിനേറെ റിസർവ് ബാങ്കിന്റെ അധികാരികൾ പോലും ഓരോ സമയത്ത് മാറി മാറിയിട്ട് പറയുന്നു. എന്നാൽ സാഹിത്യ രംഗത്തുള്ള ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ സേതുവിനെ പോലുള്ള ആളുകൾ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകുമായിരുന്നു. അദ്ദേഹം വലിയൊരു സാമ്പത്തിക വിദഗ്ധനാണ്. അദ്ദേഹം സാമ്പത്തിക രംഗത്ത് അപകടമായ പാണ്ഡിത്യമുള്ള ആളാണ്. ചിലപ്പോൾ എതിരഭിപ്രായങ്ങളുണ്ടാകും. മോഹനവർമ്മയെ പോലുള്ള ആളുകൾ പറഞ്ഞെങ്കിൽ നമുക്ക് മനസ്സിലാകും. അവരൊക്കെ അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ട്. എന്തടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾ ഇത് സംസാരിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഭയങ്കര സാമ്പത്തിക ശാസ്ത്ര വിദാരന്മാരാണ് ദിവസം TV കയറി നിന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന BJP നേതാക്കന്മാർ. ഇവിടെ MT പറഞ്ഞത് വലിയ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറഞ്ഞു നാട്ടിലെ ജനങ്ങൾക്കുള്ള പ്രശ്നങ്ങളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഏറ്റവും പ്രസക്തമായ കാര്യവും. ഇങ്ങനെ കോടിക്കണക്കിന് ആളുകളുടെ ജീവിതത്തെ തകർക്കുമ്പോൾ ഇത്ര നിസ്സംഗമായിട്ട് ഇതിനെ കണ്ടു നിൽക്കുന്ന ഒരു ഭരണാധികാരി, അദ്ദേഹത്തിന്റെ മാനസിക വ്യാപാരം എന്തായിരിക്കും? അത് നിങ്ങളും എന്നെക്കാളും നന്നായിട്ട് പറയാൻ പറ്റുന്ന സാഹിത്യകാരനാണ്. പക്ഷെ അദ്ദേഹം എന്തിനു വേണ്ടിയാണ്? അദ്ദേഹം ഞാൻ കുറേ കാലമായിട്ട് കാണാറില്ല. ഇപ്പോൾ ബഹുമാനായ TP മരണപ്പെട്ടു. TP ചന്ദ്രശേഖരൻ വീടിൻ്റെ തൊട്ടടുത്ത് വെളിപ്പാടകലെ 51 വെട്ടിയ കൊന്ന്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ തൂലിക ചലിച്ചില്ല. അദ്ദേഹത്തെ ആ സമയത്ത് മുഴുവൻ കണ്ടില്ല. അദ്ദേഹം താമസിക്കുന്ന പ്രദേശങ്ങളിൽ മുഴുവൻ മുത്തലാഖുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വന്നു. അദ്ദേഹത്തെ ഈ പ്രദേശത്ത് കണ്ടില്ല. ഈ പ്രദേശത്ത് ഒരു സ്ഥലത്ത് പോലും അദ്ദേഹത്തെ കണ്ടില്ല. എന്തിനാണ് അദ്ദേഹം ഇപ്പോൾ തിരൂരിൽ ഈ തുഞ്ചത്താചാര്യൻ്റെ മണ്ണിൽ പോയിട്ട് എന്തിനാണ് ഈ കിളിനാദം നടത്തിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആരെ പ്രീതിപ്പെടുത്താനാണ്? സംസ്ഥാനത്ത് സാഹിത്യകാരന്മാരും കലാകാരന്മാരും എന്ത് പറയണമെന്ന് തീരുമാനിക്കുന്നത് BJP അല്ല. അവർക്ക് നേരെ ഉയരുന്ന ഇത്തരം നടപടികൾ അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ദേശീയ തലത്തിൽ അവർ അനുവർത്തിച്ചു വരുന്ന സാംസ്കാരിക ഫാസിസത്തിന്റെ പാത തന്നെയാണ് MTക്ക് നേരെ ഉണ്ടായിട്ടുള്ള ഈ പരാമർശങ്ങൾ തെളിയിക്കുന്നത്. അദ്ദേഹം ആർക്ക് വേണ്ടിയാണ് ഈ ഓടിപ്പടഞ്ഞ് അവിടെ പോയി ഈ പുസ്തകത്തിൻ്റെ പരാമർശവുമായി ബന്ധപ്പെട്ട് ഇനി ഇപ്പോൾ കുറേ ദിവസമായിട്ട് AKG സെൻറ്ററിൻ്റെ മുമ്പിൽ മുഴുവൻ ഈ സാഹിത്യ സംസ്കാരിക നായകന്മാർ ക്യൂ ആണ്. കാരണം ബോർഡ് ചെയർമാൻമാരുടെ പോസ്റ്റുകളും വേറെ വലിയ സംവിധാനങ്ങൾ കിട്ടുവാണ്. ആ പട്ടികയിൽ ഞങ്ങൾ MTയെ പോലുള്ള ആളെ പെടുത്തിയിട്ടില്ല. ആ പട്ടികയിൽ കേരളത്തിൻ്റെ പൊതുസമൂഹം MTയെ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ പോലത്തെ ഒരാളിൽ നിന്ന് സാമാന്യഗതിയിൽ ജനങ്ങൾ ഇത് പ്രതീക്ഷിക്കുന്നില്ല. ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹം പറഞ്ഞത്, ആർക്കു വേണ്ടിയാണ് അദ്ദേഹം പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ജനങ്ങൾക്ക് വേണ്ടിയാണ് MT പറഞ്ഞത്. അത് നിങ്ങൾക്ക് മനസ്സിലാവണം എന്നില്ല. കാരണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു പട്ടികയിലും MTയെ പെടുത്താനാവില്ല. പൊതുവെ ബുദ്ധിജീവികൾക്ക് സ്വേച്ഛാധിപതികളോട് ആരാധനയാണ് എന്നൊരു നിരീക്ഷണമുണ്ട്. അതിൽപ്പെടുന്ന ബുദ്ധിജീവിയല്ല MT. അതുകൊണ്ട് തന്നെ അദ്ദേഹം സ്വേച്ഛാധിപതികൾക്കെതിരെ സംസാരിക്കും. നിങ്ങൾക്കത് മനസ്സിലായിക്കൊള്ളണം എന്നില്ല. നിങ്ങളുടെ ഭാഷ സംസാരിക്കുന്നവർ വരും. ഇടവേള കഴിയട്ടെ. യഥാർത്ഥത്തിൽ മോദി എന്താണ് ചെയ്തതെന്ന് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർക്ക് ഇനിയും മനസ്സിലായിട്ടില്ല. അവരൊക്കെയും സാമ്പത്തിക ശാസ്ത്രജ്ഞരായതുകൊണ്ട് ആ ഭാഷയിൽ പറഞ്ഞാലേ മനസ്സിലാകൂ. 1978 ഇപ്രകാരം ഓർഡിനൻസ് ഇറക്കി അതിനെ തുടർന്ന് പാർലമെന്റിൽ നിയമനിർമ്മാണം നടത്തിയതിനു ശേഷമാണ് ഉയർന്ന മൂല്യമുള്ള നോട്ടുകൾ റദ്ദാക്കിയത്. എന്നാൽ ഇതൊന്നും ചെയ്യാതെ നിയമവിരുദ്ധമായിട്ടുള്ള രീതിയിലാണ് ഇന്ത്യൻ ജനങ്ങളുടെ മേൽ ഈ വലിയ ആഘാതം പ്രധാനമന്ത്രി അടിച്ചേൽപ്പിച്ചത് എന്ന് വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ഈ കേരളത്തിലെ ധനകാര്യ വകുപ്പ് മന്ത്രി മാത്രം ഇങ്ങനെ ഹിമാലയം വിഡ്ഢിത്തം എന്ന് ഒരു ലേഖനം എഴുതിയ ഒരു ധനകാര്യ വകുപ്പ് മന്ത്രി ഇന്ത്യയിലുണ്ട്. ഹിമാലയം വിഡ്ഢിത്തം എന്നാണ് അദ്ദേഹം ഒരു പത്രത്തിൽ എഴുതിയിരിക്കുന്ന ലേഖനം. ഹിമാലയം വിഡ്ഢിത്തം
ഒരിക്കൽ ജ്യോതിബാസു പറഞ്ഞതാ, CPM-ന്റെ നേതാവ്. അദ്ദേഹം പറഞ്ഞു, എന്നെ പ്രധാനമന്ത്രിയായിട്ട് ക്ഷണിച്ചതാണ്, പക്ഷെ അത് സ്വീകരിച്ചില്ല, അതൊരു ഹിമാലയം വിഡ്ഢിത്തമാണെന്ന് ഇപ്പോഴാണ് തോന്നുന്നതെന്ന് അന്ന് അദ്ദേഹം പറഞ്ഞത് ഞാനിപ്പോൾ ഓർക്കുകയാണ്. ആ ഓർമ്മയിൽ ചെറിയൊരു തെറ്റുണ്ട് രാജേട്ട. ഹിമാലയൻ വിഡ്ഢിത്തമല്ല, ചരിത്രപരമായ വിഡ്ഢിത്തം. ഹിസ്റ്റോറിക് ബ്ലണ്ടർ എന്നാണ് ജ്യോതി ബസു പറഞ്ഞത് ശേഖർ ഗുപ്തയുമായുള്ള അഭിമുഖത്തിൽ. ഹിമാലയനല്ല, ഹിസ്റ്റോറിക്. നമ്മുടെ മൻമോഹൻ സിംഗ് പറഞ്ഞ മോണിമെന്റൽ മിസ്മാനേജ്മെന്റ് പോലെ ഒരു പ്രയോഗം. ഇത് ജനങ്ങളുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ള കാര്യം നമ്മുടെ പ്രിയപ്പെട്ട MD തുറന്നു പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ രാധാകൃഷ്ണൻ BJP നേതാവ് MD ആരാ ഇത് പറയാൻ എന്നാ ചോദിച്ചിരിക്കും. അത് ശരി, ഇപ്പോൾ വന്ന് കേരളത്തിൽ ആരൊക്കെ സംസാരിക്കണമെന്ന് BJP നേതാക്കന്മാർ തീരുമാനിക്കും എന്നുള്ള നില വന്നു കഴിഞ്ഞാൽ എവിടെ തിരിക്കുന്നു അവരുടെ ഹുങ്ക്? മോഡിക്ക് ആ ഹുങ്കുണ്ടെന്നറിയാം, അത് പ്രവർത്തനം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. പക്ഷെ കേരളത്തിലെ BJP-ക്കാർക്കും അത്രയായിട്ട്. ഈ തോമസ് ഐസക്കിനും ഒരു മാസം കൂടി കഴിഞ്ഞോട്ട് ഞാൻ ഹിമാലയ വിഡ്ഢിത്തം എന്ന് പറഞ്ഞു പോയത് ഒരു ഹിമാലയം വിഡ്ഢിത്തമായി പോയി എന്ന് അദ്ദേഹത്തിന് പറയേണ്ടി വരും. കാരണം കാലം കുറച്ചുകൂടി ഒന്ന് പോകട്ടെ. അത് ശരി, 50 ദിവസം കഴിഞ്ഞപ്പോൾ ഇനി ഒരു മാസം കൂടി കഴിയട്ടെ എന്നോ? അപ്പോഴേക്ക് ഇതൊക്കെ ഒരു ശീലമാകുമെന്നാണോ കുമ്മൻജി? ഈ നോട്ട് പിൻവലിക്കലിന് ശേഷം, ഈ സാമ്പത്തിക പരിഷ്കരണത്തിന് ശേഷം നമ്മുടെ എല്ലാ മണ്ഡലങ്ങളിലും മാറ്റം ഉണ്ടായിട്ടുണ്ട്. അത് ശരിയാണേ. പല സ്ഥലത്തും പണ്ടത്തെ പോലെ ബാർട്ടർ സിസ്റ്റം തിരിച്ചു വന്നിട്ടുണ്ട്. സാധനങ്ങൾ കൊടുത്ത് പകരം സാധനങ്ങൾ വാങ്ങുന്ന സമ്പ്രദായം. നരേന്ദ്രമോദി എന്ന ഭരണാധികാരി ആരോടും ആലോചിക്കാതെ, ആരോടും ചോദിക്കാതെ റിസർവ് ബാങ്കിനെ ഊർജിത് പട്ടേൽ, റിലയൻസിന്റെ ഏജന്റായ റിസർവ് ബാങ്കിന്റെ ഗവർണർ അങ്ങനെ പറയുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. ഇന്ത്യയുടെ റിസർവ് ബാങ്ക് ഗവർണർ റിലയൻസിന്റെ ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ്, അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ടാണ്, അദ്ദേഹം എഴുതി കൊടുത്ത ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് ഈ നോട്ടുകൾ പിൻവലിച്ചത്. നമ്മൾ ആലോചിച്ച് നോക്കണം, 123 തവണയാണ് റിസർവ് ബാങ്ക് അവരുടെ വിജ്ഞാപനങ്ങൾ തിരുത്തി എഴുതിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തെ വൻകിട ബാങ്കുകൾ തകർന്നപ്പോഴും ഇന്ത്യയിലെ ബാങ്കുകൾ തകരാതെ കാത്തു സൂക്ഷിച്ചത് റിസർവ് ബാങ്കിന്റെ വിശ്വാസ്യതയായിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വിശ്വാസ്യത തന്നെ ഇല്ലാതായിരിക്കുന്നു. രാവിലെ പറയും 5000 രൂപയിൽ കൂടുതൽ നിക്ഷേപിക്കരുത്, വൈകുന്നേരം അത് പിൻവലിക്കുന്നു. ഇങ്ങനെ ഓരോ നടപടിയും ആലോചനയില്ലാതെ 123 വിജ്ഞാപനങ്ങൾ ഇറക്കി ഇന്ത്യയിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചൊരു ഭരണകൂടമാണ് ഇന്ന് ഇവിടെ നിൽക്കുന്നത്. അല്ലെങ്കിലും നരേന്ദ്രമോദിക്ക് എന്ത് റിസർവ് ബാങ്ക്? പണ്ട് ഐ ആം ദ സ്റ്റേറ്റ് എന്ന് പ്രഖ്യാപിച്ച രാജാവിന്റെ ചേട്ടനല്ലേ ഈ മോദി സാബ്? ജനജീവിതം മനസ്സിലാക്കാതെയും അല്പം പോലും ദൂരക്കാഴ്ചയില്ലാതെയും ഭരണാധികാരികൾ പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന ദുരന്തമാണെന്ന് ഇപ്പോൾ രാജ്യം നേരിടുന്നത്. കള്ളപ്പണക്കാരെ പിടികൂടാനും തീവ്രവാദ പ്രവർത്തനങ്ങളുടെ വേരറുക്കുവാനുമായിട്ടാണ് നോട്ട് നിരോധനം കൊണ്ടുവന്നതെന്നാണ് മോഡി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മോഡി പറഞ്ഞത് ശരിയാണെങ്കിൽ കള്ളപ്പണക്കാർ മുഴുവൻ ഇപ്പോൾ ജയിലിലായി കാണണം. തീവ്രവാദികൾ മുഴുവൻ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ച് നാമം ജപിച്ചിരിക്കുന്ന കാഴ്ച കാണണം. എന്നാൽ നമ്മളാരും ഇങ്ങനെ ഒരു വാർത്ത ഇതേവരെ കേട്ടിട്ടില്ല. എന്നാലും VSA മോദി സാബ് പറഞ്ഞത് അങ്ങും കാര്യമായി എടുത്തിരുന്നു. മോഡി വികാരഭരിതനായി പറഞ്ഞത് താൻ രാജ്യത്തിന് വേണ്ടി സ്വന്തം കുടുംബവും നാടും ഉപേക്ഷിച്ചു എന്നാണ്. അതുകൊണ്ട് ആ കുടുംബം രക്ഷപ്പെട്ടു. പക്ഷേ രാജ്യം കുളം തോണ്ടി എന്ന് മാത്രം, രാജ്യം കുളം തോണ്ടി എന്ന് മാത്രം. അത് പക്ഷേ മോദി ഭക്തർക്ക് ഇനിയും മനസ്സിലായിട്ടില്ല എന്ന് മാത്രം. രാജ്യത്തെ 125 കോടി ജനങ്ങളെ ആകെ ബാധിക്കുന്ന നോട്ടു നിരോധനം എത്ര ലാഘവത്തോടു കൂടിയാണ് മോഡി അടിച്ചേൽപ്പിച്ചത്. അതുകൊണ്ടല്ലേ ഇതിനകം 60ഓളം തവണ നടപടിക്രമങ്ങൾ മാറ്റിയത്, 180-ലേറെ പേരെ മരണത്തിലേക്ക് തള്ളിവിട്ടത് മോഡിയുടെ ഈ ഭ്രാന്തൻ തീരുമാനമല്ലേ? ആരാ മരിച്ചത്? എൻ്റെ അറിവിൽ കേരളത്തിലോ ഇന്ത്യയിലോ ഒറ്റാൾ മരിച്ചിട്ടില്ല.
ഒറ്റ ആൾ മരിച്ചിട്ടില്ല. ഒരാൾ മരിച്ചെന്ന് തെളിയിച്ചാൽ നിങ്ങൾ പറയുകയും ചെയ്യാം. ഞാൻ പരസ്യമായി ഇത്ര ദൃശ്യമാധ്യമ പ്രവർത്തകരുടെ മുമ്പിൽ നിന്നല്ല പറയുന്നത്. നിങ്ങളത് തെളിയിച്ചാൽ നിങ്ങൾ പറയുന്നത് ഈ പത്ര ദൃശ്യ മാധ്യമ ഓഫീസിൽ വന്ന് ഞാൻ ചെയ്യാം. ക്ഷമിക്കണം രാധാകൃഷ്ണേട്ട, പത്രങ്ങളുടെയും മാധ്യമങ്ങളുടെയും ഓഫീസുകളിൽ അങ്ങേ കൊണ്ട് ചെയ്യിക്കാൻ പറ്റിയ പണിയൊന്നും കാണില്ല. അവിടെ ഒരു മിനിമം ബുദ്ധി ആവശ്യമാണ്. ഏതായാലും ഇങ്ങനൊരു ഭീഷണി വന്ന സ്ഥിതിക്ക് ഇനിയിവിടെ നിൽക്കുന്നില്ല, ഇടവേളയിലേക്ക് കടക്കുകയാണ്. അത് കഴിഞ്ഞു വന്നാൽ കലാപരിപാടികളാണ്. കാലം കഴിയുകയാണ്, കലണ്ടർ ഒരിക്കൽ കൂടി മറയുകയാണ്. 2016 പൊളിമിക്സ് അവതരിപ്പിച്ച ഏറ്റവും മികച്ച 2 കലാപരിപാടികൾ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്, വെറുതെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി. देश में भ्रष्टाचार बेईमानी बंद करने के लिए मेरे दिमाग में और भी कई प्रोजेक्ट चल रहे हैं. ചുമ പൊള്ളയായും തട്ടിപ്പ് മുദ്രാവാക്യം ഉയർത്തുന്ന ആളാണ് മിസ്റ്റർ മോഡി എന്ന് പറഞ്ഞാൽ ആർക്കും നിഷേധിക്കാൻ പറ്റുകയില്ല. ശൗചാലയം സ്ഥാപിക്കുന്ന ആ മാന്യൻ പറയണം, ഇവിടെ ഭൂമിയില്ല, വീടില്ല, വീടും ഭൂമിയില്ലാത്ത ശൗചാലയം എവിടെ സ്ഥാപിക്കും? തലേ കിട്ടുവോ കക്കൂസ്? ഇല്ലേ പറയണല്ലോ ഇവര്. തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, എല്ലാവരും അക്കൗണ്ട് തുടങ്ങിക്കോ ബാങ്കുകളിൽ. ഞാൻ അധികാരത്തിൽ വന്നാൽ 6 മാസത്തിനകം ഇവിടെ ദശലക്ഷക്കണക്കിന് കോടി രൂപ വിദേശ സ്വിസ് ബാങ്കിലുണ്ട്, സ്വിസ് ബാങ്കുകളിലുണ്ട്, കള്ളപ്പണം അതെല്ലാം കൊണ്ടുവന്ന് പ്രിയുള്ളൂര് നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ 15 ലക്ഷം വീതം നിക്ഷേപിക്കും എന്ന പൊള്ളയായ മുദ്രാവാക്യം ഉയർത്തി മാന്യൻ. ഇല്ലേ? എന്ത് ചെയ്തു അദ്ദേഹം? 2.5 വർഷമായി പൂർണ്ണ ചെയ്തോ? ഇല്ല, പൂർണ്ണ ചെയ്തില്ല. ഇപ്പൊ പുതിയ തട്ടിപ്പും കൊണ്ടിറങ്ങിയിരിക്കുകയാണ്. നവംബർ 8-ാം തീയതി രാത്രി കഥകു അടച്ചിട്ട് രാത്രിയില് പ്രിയമുള്ളവരെ ഇരുന്നു കൊണ്ടത് ഇന്ത്യയിലെ ആകെ നോട്ടിന്റെ 86% 1000-ന്റെ 500-ന്റെ നോട്ട് ക്യാൻസൽ ചെയ്തു. എന്നിട്ട് അദ്ദേഹം മാന്യദേഹം നമ്മളോട് പറയുകയാണ് ബാക്കി 14% ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ ജീവിച്ചോ എന്നാണ് നമ്മളോട് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇരിപ്പരം വങ്കത്തരം, ഇരിപ്പരം വിഡിത്തം പ്രിയമുള്ളവര് വേറെ എന്തുണ്ട് എന്ന് നിങ്ങൾ ആലോചിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പുതിയ കൊലത്തലം കൊണ്ട് വരിക ഇല്ലേ? തമാശ പറയില്ല. ഇന്ത്യയുടെ നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രിയെ വിമർശിക്കാതിരിക്കാൻ യാതൊരു വഴിയില്ല. പറ, ഞാനൊരു സംസ്ഥാന മന്ത്രിയാണേലും എങ്ങനെ പറയാതിരിക്കും? പറയല്ലേ വേറെ എന്താ ചെയ്യുന്നത്? പുള്ളി ആദ്യം പറഞ്ഞു 24 മണിക്കൂറാണ് ശരിയാക്കുന്നു. അത് കഴിഞ്ഞപ്പോ പുള്ളിയുടെ സ്വഭാവം മാറി 50 ദിവസം. 50 ദിവസം 6 മാസം ഇങ്ങനെ സൂര്യനെ തപസ് ചെയ്താലും ഇങ്ങേർക്ക് ഒരു ചുക്കു ഇനി ഈ സമൂഹത്തിൽ ചെയ്യാൻ പറ്റുകയില്ല. അരാജകത്വത്തിലേക്ക് രാജ്യത്തെ നയിച്ചിരിക്കുകയാണ്. അതിനെ ചാമ്പാൻ വേണ്ടി ഒരു കുമ്മനൻ രാജശേഖരൻ എന്നും പറഞ്ഞിട്ടുണ്ട്. അല്ലേ? തമാശ പറയുന്നത് എന്താണ് പ്രിയപ്പെട്ടവര് എന്ന് പറ. കണ്ടില്ലേ, മണിയാശാന്റെ വായ്പാട്ടിനൊത്ത് കൊട്ടാൻ പറ്റിയ ഒരൊറ്റ പക്കമേളക്കാരനെ ഈ മഹാരാജ്യത്തുള്ളൂ എന്ന് മനസ്സിലായില്ലേ? അത് മോദിയാശാനാണ്. ഇനി മോദിയാശാനെ പ്രകീർത്തിക്കുന്ന ഒരു ഗാനമാണ്. നോട്ട് ഇന്ന് ഗതികേടിൽ വളഞ്ഞിട്ട് അലച്ചിൽ തുടരണ നോട്ട്, ഈ നോട്ട് ഇന്ന് മുരിയിരിക്കായി ജനം തക്കുവട്ട കളയണ നോട്ട്. ഈ ഭാരത മണ്ണും നിശ്ചലമാ, ഒരു പട്ടിണി എങ്ങും പടരുകയായി. ഈ ഏകാധിപത്യം തുടരുകയായി, ജനകോടികൾ ഇതിനാൽ ഉരുകുകയായി. കള്ളപ്പണത്തെ നുള്ളിടാ മോദിയൊരുക്കിയ തന്ത്രമിതാ. എളിയ പേടിച്ചില്ലമതോ ചുട്ടതുപോലെ തിരിച്ചടിയാം. വിപണികളൊക്കെ തകരുകയായി, പല പല കോടികൾ ഇതുവഴി നശിക്കണം. നോട്ട് ഇന്ന്
ഗതികേടിൽ വളഞ്ഞിട്ട് അലച്ചിൽ തുടരണ നോട്ട്, ഈ നോട്ട് ഇന്ന് മുരിയരിക്കായി ജനം തക്കുവട്ട കളയണ നോട്ട്. ഈ ഭാരത മണ്ണും നിശ്ചലമാ, ഒരു പട്ടിണി എങ്ങും പടരുകയായി. ഈ ചെയ്തി കണ്ടു മനന്നൊന്ന് രണ്ടു വാക്കു മിണ്ടിപ്പോയാൽ സംഘികൾ അന്നൊത്തു ചേർന്നു വരവായി. പിന്നെ രാജ്യദ്രോഹിയാക്കി മാറ്റി രാജ്യസ്നേഹം സംഘിയുടെ കുത്തകയാണെന്ന് ചൊല്ലി നടപ്പാ. ഈ ചെയ്തി കണ്ടു മനന്നൊന്ന് രണ്ടു വാക്കു മിണ്ടിപ്പോയാൽ സംഘികൾ അന്നൊത്തു ചേർന്നു വരവായി. പിന്നെ രാജ്യദ്രോഹിയാക്കി മാറ്റി രാജ്യസ്നേഹം സംഘിയുടെ കുത്തകയാണെന്ന് ചൊല്ലി നടപ്പാ. സഹകരണ പ്രസ്ഥാനത്തെയും പൂട്ടിക്കാനൊരു ലോക്ക്, ഇത് പാവപ്പെട്ടവൻ ആശ്രയമേകും വഴികളടയ്ക്കും ലോക്ക്. കള്ളപ്പണത്തിൻ പേർ ചൊല്ലി ഈ പട്ടിണിക്കാരെയും ഊറ്റണ്ട. ബാങ്ക് അക്കൗണ്ടിലെ ബിരുദന്മാർ അവർ വിലസന കാഴ്ചകൾ കണ്ടില്ല, അവരെ കൂട്ടുവാനായി മുട്ടിടിക്കും മന്ത്രിജി. നോട്ട് ഇന്ന് ഗതികേടിൽ വളഞ്ഞിട്ട് അലച്ചിൽ തുടരണ നോട്ട്, ഈ നോട്ട് ഇന്ന് മുരിയരിക്കായി ജനം തക്കുവട്ട കളയണ നോട്ട്. ഈ ഭാരത മണ്ണും നിശ്ചലമാ, ഒരു പട്ടിണി എങ്ങും പടരുകയായി. ഈ ഏകാധിപത്യം തുടരുകയായി, ജനകോടികൾ ഇതിനാൽ ഉരുകുകയായി. കള്ളപ്പണത്തെ നുള്ളിടാ മോദിയൊരുക്കിയ തന്ത്രമിതാ. എളിയെ പേടിച്ചില്ലമതോ ചുട്ടതുപോലിത് തിരിച്ചടിയ വിപണികളൊക്കെ തകരുകയായി. മുഴുവൻ രാജ്യസ്നേഹികൾക്കുമായി ഈ ഗാനം സമർപ്പിച്ചുകൊണ്ട് പിന്മാറുകയാണ്. ഒരുപക്ഷേ ഇത് അവസാന തവണയായിരിക്കും നിങ്ങൾ പൊളിമിക്സിനെ ഈ രൂപത്തിൽ കാണുന്നത്. ഇനി എങ്ങനെ വേണമെന്ന് പ്രധാനമന്ത്രിയുടെ പ്രസംഗം കഴിഞ്ഞ ശേഷം തീരുമാനിക്കാം. അതുവരെ വിടാം.